ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റംബൂട്ടാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ലേശം ഉലുവായും ലേശം കടുവും കൂടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റംബൂട്ടാൻ അച്ചാറിടാൻ വേണ്ടി പോവുകയാണ്. ഒരു ചട്ടി എടുത്ത് അടുപ്പയിൽ വെച്ചു. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉലുവായും കടുവും കൂടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റംബൂട്ടാൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുതേ. ഇപ്പോൾ ഇതിന് ചാറൊന്നും കാണത്തില്ല. 2 ദിവസം ഇരുന്ന് പഴകുമ്പോഴത്തേക്കും റംബൂട്ടാൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് ലേശം വിനേഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.